അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിലേക്ക് പോയപ്പോൾ കണ്ടത് ഇതാണ്. ബാബയുടെ മുന്നിൽ ഒരു അഗ്നികുണ്ഠം ജ്വലിക്കുന്നുണ്ടായിരുന്നു. ബാബ ആ കുണ്ഠത്തെ അഥവാ അഗ്നിയെ വളരെ സ്നേഹത്തോടെ നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, അങ്ങ് ഇതെന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു സെക്കൻഡ് ബാബ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ബാബ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പഴയ ഇതിഹാസവും യജ്ഞത്തിൻ്റെ പുരാതനമായ കാര്യങ്ങളും പഴയ സമയവും ഓർമ്മിക്കുന്നു. എപ്പോഴാണോ യജ്ഞത്തിൻ്റെ സ്ഥാപന ഉണ്ടായത്, അപ്പോൾ ചെറിയൊരു കുണ്ഠമായിരുന്നു. കുറച്ചു കുട്ടികളാണ് ഉണ്ടായിരുന്നത്. എപ്പോഴാണോ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും അഗ്നി പ്രജ്വലിതമായത്, അപ്പോൾ ചിലർ വളരെയധികം സമീപത്ത് വരുമായിരുന്നു. ചിലർ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് പോയിക്കളയുമായിരുന്നു. ചിലർ മുഖാമുഖവും മുന്നിലും പിന്നിലുമായി ഇരിക്കുമായിരുന്നു. ഏതുപോലെ ആർക്കെങ്കിലും ചൂട് അനുഭവപ്പെടുന്നുവോ അതേ പ്രകാരത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുമായിരുന്നു. ബാബ പറഞ്ഞു, ഈ ചെറിയൊരു കുണ്ഠം പതുക്കെ പതുക്കെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എത്ര വേഗത്തിലാണ് വളർന്നത്. ഇപ്പോൾ ഈ കുണ്ഠത്തിൻ്റെ ഉള്ളിൽ ഈ ജ്ഞാന യോഗത്തിൻ്റെ ഏതൊരു അഗ്നിയാണോ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ മുന്നിലും പിന്നിലും എത്ര ആത്മാക്കളാണ് ഇതിൻ്റെ പ്രഭാവത്തിൽ ഉള്ളത്. വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ആത്മാവും ഈ കുണ്ഠത്തിൽ തൻ്റെ യഥാശക്തി യഥായോഗ്യം എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതിലൂടെ ഈ കുണ്ഠം ഇപ്പോൾ വരെയും ഇത്രയും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, വരാൻ പോകുന്ന സമയത്ത് ബാബയുടെ ഏതെല്ലാം കുട്ടികൾ വന്നു ചേരുമോ, ഏതെല്ലാം ആത്മാക്കൾ വരുമോ, ആ എല്ലാ ആത്മാക്കളുടെയും ഓരോ പ്രകാരത്തിലുമുള്ള ശരീരം, മനസ്സ്, ധനം, സമയം, സങ്കല്പം എന്നിവയുടെ ആഹൂതി ഉണ്ടാകേണ്ടതുണ്ട്. ഉണ്ടായിക്കൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ ബാബ പറഞ്ഞു, എപ്പോഴാണോ സമാപ്തി ഉണ്ടാകുന്നത്, എപ്പോഴാണോ ബാബയുടെ യജ്ഞത്തിൽ കുട്ടികൾ സ്വയം സമർപ്പണ ജീവിതം ഉണ്ടാക്കുന്നത്, അപ്പോൾ അന്തിമ ആഹുതിയാണ് എന്ന് മനസ്സിലാക്കൂ. ബാബ പറഞ്ഞു, അതിനാൽ ബാബ വിശേഷ രൂപത്തിൽ ഓരോ കുട്ടിയുടെയും ജീവിതം നോക്കുകയാണ്. ഓരോ കുട്ടിയുടെയും ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് ബാബ ആ കുട്ടികളിൽ ബലവും നിറയ്ക്കുന്നു, ശക്തിയും നിറയ്ക്കുന്നു. ബാബയുടെ ചില കുട്ടികൾ ഇങ്ങനെയുമാണ്. അവർക്ക് വളരെയധികം അന്തരാത്മാവിൽ വിശേഷിച്ച് ബാബയോടുള്ള സ്നേഹം യോജിച്ചിരിക്കുകയാണ്. സ്നേഹവും ഉണ്ട്. ആ താല്പര്യത്തോടെ, ആ സ്നേഹത്തോടെ ബാബയുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ബാബ വിശേഷിച്ച് ആദ്യം മുതൽ അന്തിമം വരെ ഈ കുണ്ഠം എന്ന് പറയാം, യജ്ഞം എന്ന് പറയാം, അതിനെ വളരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, വരാൻ പോകുന്ന സമയത്ത് ഓരോ ബ്രാഹ്മണനായ കുട്ടിയുടെയും അനേകം ആത്മാക്കളുടെയും ആഹുതി ഇതിൽ ഉണ്ടാവുക തന്നെ വേണം. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകളും ബാബയ്ക്ക് നൽകി. ബാബ വളരെ സ്നേഹത്തോടെ അവർക്ക് സ്നേഹസ്മരണകൾ നൽകി. ബാബ പറഞ്ഞു, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഹൃദയത്തെ സ്പർശിക്കുന്നു. അത് കുട്ടികളുടെ അടുക്കൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ബാബയെ കുട്ടികൾ ഓർമ്മിക്കുമ്പോൾ ബാബ കുട്ടികളെ ഓർമ്മിക്കാതിരിക്കുക എന്നത് ഒരിക്കലും സംഭവ്യമേ അല്ല. ബാബ വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും സ്നേഹവും നൽകി. പിന്നെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.